തങ്കക്കിന പൊങ്കൽ തകിൽത്താളം പിടിക്കുമ്പോൾ അഴകെന്നെ വിളിക്കും. കറക്കം കൂടുതലാണല്ലോ ഇവിടെ താൻ ഇവിടെ പെയിന്റ് പണിക്ക് വന്നതാണ്, അത് ഇവിടെ കിടന്ന് വണ്ടി ഓടിച്ച് കളിക്കാനായിട്ട് വന്നതാണ്. സാറേ ഒന്നാമത് എനിക്ക് പണിക്ക് വരുന്ന കാര്യം ഇഷ്ടമല്ലാത്ത കാര്യമാണ്. ഈ സാറിന് നല്ലൊരു സിറ്റിയിൽ ഉഗ്ര വീടില്ല, പിന്നെ എന്തിനാണ് ഈ പഴയ തറവാട്ടിൽ വന്ന്? പതുക്കെ പറ, സാറ് കേൾക്കരുത്. സാറ് റിട്ടയർഡ് SI ആണെന്നുണ്ടെങ്കിൽ ഞാൻ പേടിച്ചു. ഞാൻ പറയണത് കേക്ക്. സാർ ഇപ്പൊ ബാംഗ്ലൂരായിരുന്നു താമസം, പക്ഷെ സാറിന്റെ മോളുടെ കല്യാണവും നിശ്ചയവും കാര്യവും പെണ്ണുകളും എല്ലാം ഇവിടെ വെച്ച് നടത്തണമെന്നാണ് സാറിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതുകൊണ്ടാണ് സാർ ഇങ്ങോട്ട് വന്നത്. പിന്നെ സാറിന്റെ ഉപയോഗിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. നീ വന്നേ. പഴയ തറവാടാണ്, ഒരുപാട് പ്രേതബാധകളും കാര്യങ്ങളൊക്കെ പണ്ട് ആവാഹിച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവിടുന്ന് വല്ല കുടവോ സാധനങ്ങളോ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ദൈവത്തെ ഓർത്ത് കൈ കൊണ്ട് തുടരരുത്. ഇല്ല, എനിക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാൻ. എനിക്ക് ഉള്ള പണി ചെയ്യാൻ വയ്യ. പിന്നെയാണ് പ്രേതം വരും, പൂജം വരും. ഞാൻ അയ്യോ 9 മണി, സാറ് വരാൻ സമയമായി. പങ്കജം, എന്റെ മഞ്ഞ ഷർട്ട് തേച്ചായിരുന്നു. എന്തിനു തേച്ചു? എന്നോട് ചോദിക്കാൻ എന്തിനാണ് തേച്ചത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ന് വെള്ളിയാഴ്ചയാണോ? ഇന്ന് ഞാൻ പച്ച ഷർട്ടല്ലേ ഇടുന്നത്. അതും തേച്ചിട്ടുണ്ട്. അത് എന്തിനാണ് എന്നോട് ചോദിക്കാതെ തേച്ചത്? എന്നോട് ചോദിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാവുള്ളൂ. ഇന്നത്തെ രാവിലത്തെ ഫുഡിന്റെ മെനു എന്താണാവോ വേണ്ടത്? അത് ഞാൻ പറഞ്ഞിട്ടേ ഞാൻ ഉണ്ടാക്കത്തുള്ളൂ. അല്ല, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണ് കഴിക്കാനുള്ളത്? മുട്ട പുഴുങ്ങിയതും പഴം പുഴുങ്ങിയതും. ആക്കിയതാണോ? അല്ല, പുഴുങ്ങിയതാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നമ്മുടെ മോടെ പെണ്ണ് കാണാൻ എത്ര മണിക്ക് വരും എന്നാണ് പറഞ്ഞത്? 11 മണി. 11 മണിക്ക്, കൃത്യം 11 മണിക്ക് വരണം. 11:01 ആയി കഴിഞ്ഞാൽ ഈ കല്യാണം നടക്കത്തില്ല. ഞാൻ സ്ട്രിക്റ്റ് ആണ്. എന്താ നിങ്ങൾ എന്നോട് എപ്പോഴും ഇങ്ങനെ വഴക്കിടുന്നത്? കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ വഴക്കും ബഹളവും മാത്രമല്ലേ ഉള്ളൂ. എന്നോട് ഇന്ന് വരെ സ്നേഹത്തോട് പെരുമാറിയിട്ടുണ്ടോ? നിങ്ങൾ ഒട്ടും റൊമാൻറ്റിക് അല്ല. സ്നേഹത്തോടെ ഞാൻ ഇതുവരെ പെരുമാറിയിട്ടില്ല. മനസ്സ് നിറച്ച സ്നേഹമാണ് എനിക്ക്. അത് എനിക്കും കൂടെ തോന്നണ്ടേ? തെളിയിക്കണോ? വീടിന്റെ പുറകെ പോയി അടിക്കാം. എന്താണ് ഓടിക്കുന്നത്? ഞാൻ എന്തോ ചെയ്യണം? എന്നെ നെഞ്ചത്തോട്ട് ഇരിക്കും. പോകട്ടെ, കൈ കൊണ്ടുവാ. കയ്യോ? നീ കൊണ്ടുവാ. ചക്കരമ്മ, പഞ്ചാരമ്മ. എന്താ കപ്പലണ്ടി തിന്നതാണോ അതോ ഉമ്മ തന്നോ? നീയല്ലേ പറഞ്ഞ റൊമാൻസ് വേണമെന്ന്? അല്ല, എനിക്ക് കപ്പലണ്ടി കഴിക്കുന്നതായിട്ടാ തോന്നിയത്. എനിക്കിപ്പോ റൊമാൻസ് വേണം, അതല്ലേ ഉള്ളൂ. കാബൂളി ബാല സോങ് താടാ. ഇതാരോടായി പറയുന്നത്? ഗൂഗിളിനോട്. പുത്തൻ പുതുക്കാലം മുത്തമിട്ട നേരം പോലുസിട്ട മോഹങ്ങൾ എഴുന്നള്ളും ഇതുവഴിയേ. മേളത്തിൽ തപ്പും തട്ടിപ്പാടി താളത്തിൽ ചാഞ്ചാടി. അതെയാ, എനിക്കകത്ത് കയറിപ്പോ ഡാൻസും പാട്ടും. ഇതെവിടുന്ന് കിട്ടിയത്? ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഇവിടുന്ന് ഒരു സാധനങ്ങളോ ഇങ്ങനെ എടുക്കരുത്. എന്താണ് പ്രശ്നം? അല്ല സാറേ, അവിടെ കുറെ കുട വരുന്നത്, അത് ഒന്ന് വൃത്തിയാക്കേണ്ടത് ഇതെന്റെ കൈ കിട്ടി. പുള്ളി അല്ല സാറേ, സംഭവിച്ചിരുന്നത് പണ്ട് ഇവിടെ മറ്റൊരു വേലക്കാരി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇങ്ങനെ ഗർഭിണി ആയിരുന്ന സമയത്ത് ആ വേലക്കാരിനെ ഇവിടുന്ന് ഇവിടുത്തെ തമ്പുരാക്കന്മാരെല്ലാം കൂടെ ഇവിടുത്തെ മഹീന്ദ്രൻ തമ്പുരാനെ പ്രേമിച്ചപ്പോഴത്തേക്കും അന്ന് കൊന്നില്ലേ? അതുകൊണ്ട് അങ്ങനെ ആത്മാവ് വന്നപ്പോഴത്തേക്ക് ഏതോ കുടത്തിൽ ആവാഹിച്ചെന്നോ ഈ വീടിന്റെ ഏതോ മൂലക്ക് കൊണ്ട് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എടാ, ഈ നൂറ്റാണ്ടിലാണോ നിങ്ങളൊക്കെ ജീവിക്കുന്നത്? ഇതിനകത്തൊക്കെ ഒരു മനുഷ്യൻ ഇരിക്കോടോ? എന്റെ സാറേ, ഇതിനകത്ത് ആത്മാവുണ്ട് സാറേ. ഇല്ല സാറേ, എനിക്ക് പറയാൻ പറ്റില്ല സാറേ. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ് സാറേ. പറ്റില്ല. ഞാനാ? എന്റെ പൊന്നു സാറേ, എനിക്ക് അധികം പ്രായമൊന്നും ആയിട്ടില്ല, എനിക്ക് ജീവിക്കണം. എന്തൊരു അന്ധവിശ്വാസം സാറേ. എടുക്കരുത് സാറേ, ഇത് തുറക്കരുത്. ഇത് തുറക്കുവാണെങ്കിൽ തുറക്കുന്ന ആളുടെ ദേഹത്തോട്ട് ഈ ആത്മാവ് കയറും. പിന്നെ ഞാൻ ഒരുപാട് ഡെഡ് ബോഡിക്ക് കാവലിരുന്ന മനുഷ്യനാണ്. എന്നോട് പറയരുത് കേട്ടോ. കാണിച്ചു തരാം, തുറന്നു തരാം. സാറേ വേണ്ട സാറേ. ഓടാ. ഇതിനകത്ത് കുറച്ച് പത്വമാണ്. കുഴപ്പമില്ല. പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. ഇല്ല. താനോട് പറഞ്ഞ പ്രായമുണ്ട്, ഭൂതമുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പ്രേതമുണ്ട്, അതാണ് ചരിത്രം. ഒരു പ്രശ്നമില്ല, ഒരു പേടിയില്ല. പേടിച്ചാ? ഇപ്പൊ പ്രേതം വന്ന് പിടിച്ചാന് ഇവിടെ പോടും, അവിടെ അങ്ങനെ പോയി പണിയിടും. ശാന്തമ്മയുടെ ആത്മാവ്. ശാന്തമ്മേര ഒന്നുമില്ല, പ്രായമൊന്നുമില്ല. സാറ് പറഞ്ഞാ ആണോ? ചെല്ലി അകത്ത് പോയി പണിയാൻ പോകും. പ്രേതം പറയുന്നത് അങ്ങനെ. വിളിച്ചായിരുന്നോ? പോക്കറ്റ് ചില്ലറ പൈസ. ചില്ലറ പൈസ ഇത് ചില്ലറ പൈസയുടെ അല്ലെന്ന്.
നീ ഇത് എന്തോ ഉണ്ട് മോളെ മോളെങ്കിൽ വന്നേ എനിക്ക് അവര് അത്യാവശ്യം ഞാനൊരു കാര്യം പറഞ്ഞു എനിക്ക് അത്യാവശ്യമായിട്ടൊരു അയ്യോ, കാര്യമൊക്കെ പിന്നെ പറയാം. കല്യാണത്തിന് ആള് വന്നു. അവരിങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആലോചനക്കാര് വരും. ആരാ വന്നത്? കണ്ട അവർക്ക് നമ്മളെ കണ്ടിട്ട് പോലും മനസ്സിലായില്ല. നിന്ന് പുഴുക്കാതെ പോവാൻ വാ. ചുമ്മാ ഇരുന്നു. അവരൊരു ആധികാരികമായിട്ട് പറഞ്ഞാണ്. പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ. മനസ്സിലാക്കണം. ഒറ്റനോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാലൊന്നുമല്ലല്ലോ തിരിച്ചറിയാനായിട്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് മാമനെ കൊണ്ട് വരണമെന്ന്. ഒരു മെനയില്ല കേട്ടാ മാമന്. പറഞ്ഞ ചായയും ജിലേബിയും തരാന്ന്. അല്ലമ്മ, ഞാനും മീനുമായിട്ട് ബാംഗ്ലൂർ വെച്ച് പരിചയത്തിലായിരുന്നല്ലോ. നമ്മള് കല്യാണമൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇവിടെ വന്ന് പപ്പയെ കാണണമെന്ന് പറഞ്ഞു. പപ്പ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഇവിടെ എന്നെ കെട്ടുമെന്നാ പറഞ്ഞ. പപ്പ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പപ്പ എവിടെ പോയി? പപ്പ കുളിക്കാൻ പോയതാ. കുളിക്കാൻ പോയതല്ലേ? കുഴപ്പമില്ല, ഇരിക്കാലോ. അവര് വന്ന് വേഗം വാ. പപ്പ ഇതാണല്ലേ പയ്യൻ? പപ്പ വന്നാലേ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇതൊന്ന് ചിരിക്കരുത്. ആരിവിടെ വേഷം കെട്ടിയിരിക്കുന്നു? അപ്പൊ ഒന്നായിരുന്നു കുറച്ചു നേരമായില്ലേ? ഞാൻ കുളിക്കുമായിരുന്നു. അങ്ങനെ വന്നെ. എന്തുണ്ടോ വെച്ചു? സുഖമാണോ? തലയില് നിന്റെ തലയൊന്നും ഇല്ലെന്നേ പണ്ടേ അറിയാമല്ലോ. തലയില് എന്താ കെട്ടിയേക്കുന്നു? എന്റെ തലയിൽ ഇതെന്തിനാടി എന്റെ തല കൊണ്ട് വെച്ചത്? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ കൊണ്ടിടാമോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. എനിക്കൊരു വെരുവരിപ്പ് പോലെ കേട്ടോ. എന്തോ ഒരു വെരുവരിപ്പ് എനിക്ക് തോന്നി. ചെറുക്കൻ ഇതാണല്ലേ? ഞാനാണ്. എന്ത് ചെയ്യുന്നു? ഞാനെങ്കിൽ ഒരു കുറച്ച് ഗ്രൂപ്പിന്റെ ഒക്കെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. നല്ല ജോലി. അത് വിടരുത്. ഏത് ഗ്രൂപ്പാണ്? പൂച്ചടിക്കമ്പ്. പൂച്ചടിക്കമ്പ് ദുർഗുണ പരിഹാര പാഠശാല നീലക്കോയിൽ. നീലക്കോയിലാണ് ഞാൻ കുറച്ചുകൂടി ഇങ്ങനെ കേന്ദ്രീകരിച്ചോണ്ടിരിക്കുന്നത്. ഏത് ഗ്രൂപ്പിന്റെ കാര്യമാണ് പറയുന്നത്? വാട്സാപ്പ് ഗ്രൂപ്പിന്റെ. നീലക്കുയിലിനെ പറ്റി എന്തോന്ന് പരാമർശിച്ചല്ലോ. ആരാ അത്? അതിന്റെ അഡ്മിനാണ്. എന്നാ മനസ്സിലായ? ഇല്ല. കുമാറ് നീലക്കുയിലിന്റെ കുമാർ. ഹായ് ഫ്രണ്ട്സ്. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇല്ലായിരുന്നു. പുതിയ ഒന്നും ഇല്ലേ? വലിയ ആളാ. അതാണ് ഇവിടെ പറയേണ്ട കാര്യം. അതല്ല എന്റെ മോളെ കെട്ടിക്കൊണ്ട് പോയ ചെലവിന് കൊടുക്കാൻ പറ്റുമോ? അല്ല, എനിക്ക് വേറെ ജോലിയുണ്ട്. അവള് പറഞ്ഞായിരുന്നു കല്യാണം കഴിക്കണമെങ്കിൽ ആ ജോലിയിൽ റീജോയിൻ ചെയ്യണമെന്ന്. ഞാൻ ജോയിൻ ചെയ്തു. നാളെ തന്നെ അവൻ ചെയ്യും. എന്താ മോന്റെ പേര്? എല്ലാരും മനു എന്ന് വിളിക്കുമെങ്കിലും ഒറിജിനൽ പേര് മഹേന്ദ്രൻ. എന്താന്ന്? മഹേന്ദ്രൻ. ചായ എടുത്താലോ? ചായ ഞാൻ എടുത്തോണ്ട് വരാം. അല്ലല്ല ചായ ഇങ്ങ് വന്നേ. ചായ ആരാ എടുക്കണ്ടേ? ചായ മോളെടുക്കാൻ അവിടെ പോയി. ഇരിക്കുന്ന ചായ ഞാൻ ഉണ്ടാക്കിയതാ. ചുണ്ട് പൊള്ളരുത്. കുടിച്ചോ. ഏട്ടാ, എന്തായി കാണിക്കുന്നത്? ഇത് എന്താ ഇങ്ങനൊക്കെ? അത് സംഭവം ഉണ്ട്. നീ വന്നേ, ഒരു കാര്യം പറഞ്ഞു. നീ വന്നേ. അതെ, ഞാൻ പറയുന്നുണ്ടോന്നും വിചാരിക്കും. ഞാൻ കുറെ നേരമായിട്ട് പറയാൻ വന്നതാണ്. യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ പെരുമാറുന്നത് സാറല്ല. സാറിന്റെ ദേഹത്ത് ശാന്തമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബാധ കേറിയിട്ടുണ്ട്. ഇല്ല, അങ്ങനൊന്നും ഇല്ലായിരിക്കും. അങ്ങനെ ഇല്ലെന്നാ. നിങ്ങൾ പതുക്കെ സാറിനെ ഒന്ന് നോക്കിക്കേ. സാറിന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. പെണ്ണിന് ചെറുക്കനെ ഇഷ്ടപ്പെട്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ അപ്പോഴും വരാം. അതാണ് നല്ലത്. ഞാൻ പറയുന്നുണ്ടൊന്നും തോന്നരുത്. ഞങ്ങളുടെ ഇല്ലത്തെ പെണ്ണുങ്ങൾ മുമ്പിൽ വന്ന് പറയുന്നത് ശീലമില്ല. എങ്കിലും പറയാ, മനോട്ടിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അല്ലല്ലല്ല, നിങ്ങൾ പോകരുത്. ഞാൻ പറയുന്നത് കേൾക്കണം. ഇതിപ്പോ എന്താന്ന് വെച്ചാൽ ശാന്തമ്മ നിത്യ ഗർഭിണിയായിട്ട് മരിച്ച ആളാണ്. അപ്പൊ ഒരുപാട് കൊതിയും കാര്യങ്ങളും എല്ലാം അവർക്കും ഉണ്ട്. ഒരു കാര്യം, ആരെങ്കിലും വിളിച്ചാൽ ഒഴിപ്പേര്. അങ്ങനെ വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല. ഈ കാരണവന്മാർ അതിനൊക്കെയുള്ള പ്രതിവിധി ഇവിടെ തന്നെ കണ്ടുവച്ചിട്ടുണ്ട്. അതായത് എന്തോ ഏലസോ ചരടോ എന്താണ്ട് ഈ തറവാടിന്റെ ഏതോ ഒരു ഭാഗത്ത് ഇരിപ്പുണ്ട്. അത് ഈ ശാന്തമ്മയെ സ്നേഹിക്കുന്ന ആള് അരയെ കെട്ടിക്കൊടുക്കണം. ആരാണോ ചക്കെട്ടി? അല്ല, അങ്ങനെ ശാന്തമ്മ ഇപ്പൊ സ്നേഹിക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അത് മഹീന്ദ്രനാ. അതാരാ? നീ കെട്ടിക്കൊടുക്കണം. എനിക്കറിയാൻ പറ്റുന്നത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അതാ ഞാൻ പറയുന്നത്. ദൈവമേ, ഈ കണ്ട ഒന്നുമല്ല. അതിന് കാണാൻ പോണുള്ളത് അടുത്ത കാലം. അവൻ വയറ്റിൽ കിടന്ന് ഭയങ്കര ചവിട്ട്. ആര്? നമ്മുടെ കുഞ്ഞ്. അവൻ എന്താ പറയുന്നത് നോക്കങ്ങോട്ട്. അമ്മായി മിന്ന
മിണ്ടണ്ട. അമ്മായിയോ, ഞാൻ നിങ്ങളുടെ ഭാര്യ മനുഷ്യ. ഓ, ഞാൻ അവിടെ കയറി ഒരു മാങ്ങ പറിച്ചപ്പോ അമ്മായിക്ക് എന്തായിരുന്നു കേമ? അച്ഛാ, എന്തൊക്കെയാ കാണിക്കുന്നത്? അപ്പച്ചി മിണ്ടണ്ട. സാറേ പറയുന്നത് ഉണ്ണിക്കുട്ടൻ ഇതിനകത്ത് ഇടപെടാനുള്ള പ്രായം ആയിട്ടില്ല കേട്ടോ. ഉണ്ണിക്കുട്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അമ്പലപ്പക്കുളത്തിലൊന്ന് മുങ്ങിക്കൊള്ളിക്കണം. പുറം തേച്ച് തരണം. ബാ ബാ. അപ്പച്ചി മിണ്ടാതെ. അതായത് ഒരിക്കലും ദേഷ്യപ്പെടുത്താൻ പാടില്ല. ആരെ? പിന്നെ ശാന്തമേന. അപ്പൊ അതുകൊണ്ട് നീ ചെന്ന് എന്താന്ന് വെച്ചാൽ അങ്ങ് ചെയ്യും. കേട്ടോ, മദ്യസേവയൊന്നും വേണ്ട കേട്ടോ. അവര് വഷളാക്കും. വേറൊരു കാര്യമുണ്ട്. ഇതിപ്പോ നമ്മളിപ്പോ ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരു ഏലസിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് എവിടെയാണെന്ന് പോയി തപ്പിയെടുക്കണം. ഏലസ് കിട്ടില്ലെങ്കിൽ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം. ഏലസാണെന്ന് അവിടെ നിന്ന് വള്ളി ഇതേപോലെ കുടത്തിനോടെ കിട്ടിയായിരുന്നു. എന്റെ ദൈവം, എല്ലാ വള്ളിക്കെട്ടും നീയാണല്ലോ ഏറ്റുപിടിക്കുന്നത്. ഇത് തന്നെ സാധനം, ഇത് തന്നെ സാധനം. ഇത് കിട്ടിയാ ഇത് കിട്ടിയാൽ മതി. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ല. ആര് പറഞ്ഞ പ്രശ്നമല്ലെന്ന്? ഇനി അടുത്ത പ്രശ്നമായിട്ട് ഇപ്പൊ വരുമല്ല. അതെ, ഞാൻ പോയിട്ട് 8ാം മാസത്തിൽ മുറുക്കുമായിട്ട് വരാം. മുതുക്കെ അമ്മയുടെ ആങ്ങളെ നോക്കൂല, ചവിട്ടി തട്ടി ഞാൻ പാതാളത്തിലോട്ട്. അയ്യോ ദൈവമേ, എനിക്ക് പോലും ഇത്ര സ്നേഹത്തോടെ ഒരെണ്ണം കിട്ടിയിട്ടില്ല. ഇതിന്റെ ഇടയ്ക്കാണ് അമ്മയുടെ കോമഡി. തമ്പുരാനി മയക്കുക, കെട്ടുക. അമ്മായി, ഇത് ഉറങ്ങാനെന്തോ വേണ്ടേ? നീ ചെവിയുടെ പുറകിലൊന്ന് തടകിയാ മതി, അപ്പൊ വീണ് കിടന്നുറങ്ങും. തലമുടി ഇനി കെട്ടിക്കോട്ടെ. മോക്കരിക്കാൻ പെട്ടെന്ന് കൂടെ കെട്ട്. കെട്ടാങ്ങോട്ട്. കെട്ട് 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 കെട്ട്. കേറ്റങ്ങോട്ട്. എല്ലാം കെട്ടി. ഓക്കേ ഓക്കേ. ഓക്കേടാ. ഇനി വിളിച്ചെഴുന്നേൽപ്പിക്കാം. ഏട്ടാ, ഏട്ടാ, അച്ഛാ, ഏട്ടാ, അച്ഛാ. ആരാ നീ? ഞാൻ മാമൻ. നോക്കി കയറി. കൊല്ലല്ലേ, ഞാൻ പൊക്കോളാം. എന്റെ മാമ, നീ ഏതാ? ഞാൻ ചെറുക്കേ. ഏത് ചെറുക്കൻ? അച്ഛാ, എന്നെ കാണാൻ വന്നതാ. ഇതെന്താടി ഇത്? അല്ല, അത് ഉണക്കാനായിട്ട് ഇട്ടതായിരുന്നു ഞാൻ. ഞാൻ ഉണ്ട് കഴിഞ്ഞ ചെറിയൊരു ഉറക്കം മയക്കം വരും കേട്ടോ. ഒരു പിരിവിരിപ്പ്, ഒരു ചെറിയ സെറ്റപ്പ്, അതായി പോയി. കല്യാണം നമുക്ക് അധികം നാളും നീട്ടല്ല കേട്ടോ. നിങ്ങൾ എന്താ എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുന്നത്? ഇവിടെ ഒന്നും നടന്നിട്ടില്ലല്ലോ. പിന്നെ രസമല്ലായിരുന്നു. അപ്പൊ നമുക്ക് അധികം നീട്ടണ്ട. 16-ാം തീയതി വരെയുള്ളൂ എനിക്ക് ലീവേ. അപ്പൊ നമുക്ക് ബാംഗ്ലൂരിന് പോകണം. അപ്പൊ അടുത്ത ആഴ്ച തന്നെ കല്യാണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ ഡ്രസ്സിന്റെ കാര്യം ഒന്നും പേടിക്കണ്ട. എല്ലാം എന്റെ പൈസ ഉണ്ട്, ഞാൻ തന്നെ എടുക്കാം. പിന്നെ നിനക്ക് ഒരു സാരി, അവക്ക് 2 സാരി, പിന്നെ നിന്റെ അമ്മായിക്ക് ഒരു സാരി, അങ്ങനെ മൊത്തം 5 സാരി കേട്ടോ. കേട്ടോ, 4 സാരി. അല്ല 5 സാരി. നിങ്ങൾ നേരത്തെ അല്ലച്ചാ, എനിക്ക് 2 അമ്മായിക്കൊന്നു 4. അതാ പറഞ്ഞ 5 സാരി വേണമെന്ന്. ഈ 5ാമത്തെ സാരി ആർക്കാ മനുഷ്യ? പിന്നെ ഞാൻ എന്താ എടുത്തോണ്ട് നിൽക്കുന്നു? അയ്യോ, ഇത് ഇതുവരെ പോയില്ലേ? Master